ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് അലീനിപ്പോയി കാലത്ത് തന്നെ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ കാലത്ത് തന്നെ അലീനിപ്പോയി ജബൽ ഹഫീസിൻ്റെ അവിടെ വന്ന് നിന്നു. പിന്നെ ഞങ്ങൾ മേലേക്ക് കയറില്ല. ഞങ്ങൾ മേലേക്ക് കയറുന്ന സമയമാകുമ്പോഴേക്കും ഭയങ്കര വെയിലായി. ഞങ്ങൾ അടിയിൽ എന്താ പറയുക, ചെറിയ ബോട്ടിങ്ങിനുള്ള സ്ഥലവും മീനുകളൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് സമയം നിന്നാലും ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളവിടെ പണ്ട് വന്ന ടൈമിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വെച്ചിട്ട് നിന്നിട്ട് അങ്ങോട്ട് പോയി ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ ഭയങ്കര വെയിലായ കാരണം അങ്ങോട്ട് പിന്നെ മേലേക്ക് കയറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു ചെറിയ പാർക്ക് കണ്ണവനെ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വന്നപ്പം അവിടെ തന്നെ കുറേ ഡേറ്റ്സിൻ്റെ മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ കുറേ ഡേറ്റ്സ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പഴുത്തിട്ടില്ല, പച്ചയായിട്ട് നിൽക്കണം ഇപ്പോഴും. പിന്നെ അച്ഛനും മോനും കൂടി അതുമ്മേ ചാടിപ്പിടിച്ച് കയറാൻ നോക്കി. അച്ഛൻ കയറിയപ്പോൾ കണ്ണമോനും കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ണമോനെ ഞങ്ങൾ അതുമ്മേ പിടിച്ച് ഇരുത്തി വീഡിയോ ഒക്കെ എടുത്തു. കണ്ണമോന് പിന്നെ ഭയങ്കര പവറായിരുന്നു, വീഴാപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ആടി. കണ്ണമോൻ ഊഞ്ഞാലൊക്കെ ആട്ടി ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. തണലായിരുന്ന കാരണം കുറച്ച് സമയം അവിടെ ഇരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്തും കാണാൻ പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് അവിടേക്ക് കിടക്കണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞൊരു പാലമുണ്ട്. അത് കിടന്ന് അപ്പുറത്തേക്ക് പോയിട്ടാണ് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നത്. വെള്ളം പൊതുവെ ചൂടായിട്ടാണ് വന്നിരുന്നത്, കാരണം അവിടെ എന്താ പറയുക ചൂടായ കാരണം. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ ഇങ്ങനെ നല്ല രീതിക്ക് കുന്നും മലയൊക്കെ ആയിട്ട് നിൽക്കണ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് കയറി വീഡിയോസൊക്കെ എടുത്തു. നിങ്ങളിവിടെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം ഉച്ചരിഞ്ഞ് പോവുക, അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ അത്ര വെയിലും ഉണ്ടാവില്ല, അത്ര ചൂടും ഉണ്ടാവില്ല. ഡിസംബർ പോവുകയാണെങ്കിൽ അത്ര നല്ലത്. ഡിസംബർ ടൈമിൽ അധികം ചൂടൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഞങ്ങൾ തൊപ്പിയും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് അവിടേക്ക് പോയത്, അധികം വെയിലുണ്ടാവാണ്ടിരിക്കാൻ. പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് ഖസറൽ മുവാജിയാണ്. അവിടെയാണ് നമ്മളെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയായിരുന്നു. ഷെയ്ഖ് സായിദ് കുറേ നാൾ അവിടെ നിന്നിട്ടുണ്ട്. അത് നമ്മൾ അലൈനിൽ ഇതിൻ്റെ അവർ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാണ്, ആർക്കിയോളജി ചെയ്ത് നല്ല രീതിക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചരിത്രങ്ങൾ, അവർ താമസിച്ചിരുന്ന വീട്, അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കിണറായിരുന്നു. ഈ കിണറ്റിലാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഭാഗത്തെ പോർഷൻ മാത്രമേ തുറന്നു കൊടുത്തിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് അവരുടെ ഫാമിലി ആയിട്ടുള്ള വീടായിരുന്നു, അതായത് ഷെയ്ഖ് സായിദിൻ്റെയും ഷെയ്ഖ് ഖലീഫയുടെയും വീടായിരുന്നു അത്. ഈ വീട് 1946 ഷെയ്ഖ് സായിദ് ഇങ്ങോട്ട് താമസിക്കാൻ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് 20 കൊല്ലം 1966 ആൾ ഇവിടുന്ന് മൂവ് ഔട്ടായിട്ട് പാലസിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആളുടെ പിള്ളേർ ഷെയ്ഖ് ഖലീഫ അങ്ങനെ ബാക്കിയുള്ള പിള്ളേരും കുറച്ച് പേര് ഇവിടെയാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, അവരുടെ മജ്ലിസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണാമായിരുന്നു. ഇത് പണിഞ്ഞിട്ടുള്ളത് ഫുള്ള് മറ്റേ മണ്ണും ചെളിയൊക്കെ വെച്ചിട്ടായിരുന്നു. അതിപ്പോൾ അവർ റീസ്റ്റോർ ചെയ്തപ്പോൾ അതവരൊന്ന് ഫ്ലാറ്റാക്കി സിമെൻ്റൊക്കെ വെച്ച് സെറ്റാക്കിയവർ അങ്ങനെ ചെയ്തേക്കാണ്. പണ്ടത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ള് മറ്റു ടൈപ്പായിരുന്നു. പിന്നെ മജ്ലിസ് ഇരിക്കാനുള്ള കുറേ സ്ഥലം ഉണ്ടായിരുന്നു. പണ്ട് ഫ്രണ്ട്സും ആൾക്കാരൊക്കെ വരുമ്പോൾ അവരെല്ലാവരും കൂടി ഇവിടെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കുക. അവരിവിടെ ഇരുന്നാണ് സംസാരിക്കുകയും ഫുഡ് കഴിക്കലൊക്കെ നടക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടിക്ക് വന്ന് തിരിച്ച് ആ റൂട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കുറേ ചരിത്രങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കിണറിൽ നിന്നാണ് ഇവിടുത്തെ ഡേറ്റ് പാമിനൊക്കെ വെള്ളം കിട്ടുന്നത്. ഇതിലേക്കൂടെ വെള്ളം പോയി വെള്ളം അവിടെയൊക്കെ നിറയാണ്. പണ്ടത്തെ ടെക്നോളജീസാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് അലൈൻ ഒയാസിസ് ആയിരുന്നു. അലൈൻ ഒയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു വില്ലേജിൽ എങ്ങനെയാണ് വെള്ളം എല്ലായിടത്തേക്കും കിട്ടിയിരുന്നതെന്ന് അവർ കാണിക്കും. പിന്നെ അവിടെ പണ്ടുണ്ടായിരുന്ന കൃഷികളും അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഫുള്ള് പച്ചപ്പും തണലൊക്കെ ആയിട്ട് അങ്ങനെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ കുറച്ചും കൂടി ഉച്ച തന്നെ സമയത്താകുമ്പോൾ പോയാൽ മതി. നല്ല പച്ചപ്പായിരുന്നു. ഇതിലെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഒഴുകുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അവർ ഒരു ടൈമിനനുസരിച്ചാണ് അവർ വെള്ളം ഓണാക്കി ഇടുന്നത്. വെള്ളം എല്ലാം പോകുന്നത് തക്കാളി, മാങ്ങ, പിന്നെ ഫിഗ്, അങ്ങനെ പല പല സാധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ നോർമലായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഷൂ ഇട്ടിട്ട് പോകണം, കാരണം കുറേ നടക്കാനുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ ഇടയിലൊക്കെ അവർ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനെയുണ്ട്, വെള്ളം പോകുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് കാലൊക്കെ ഇട്ടിരിക്കാം. പിന്നെ ഇത് മോസ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിലായിട്ട്. അങ്ങനെ കുറേ ഏകദേശം സെയിം സ്ഥലങ്ങൾ. അപ്പോൾ ഫാമിലിയായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഇതാണ് അലൈനിലെ സ്ഥലങ്ങൾ.